ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അങ്ങനൊന്നുമല്ല, ഒരു പക്ക ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തേക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ്, ഇത് ഞാൻ യൂസ് ചെയ്തതല്ല. അപ്പോൾ അത്രയും വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നപ്പം അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചേക്കുന്ന ട്രാൻസ്ഫോർമേഷൻ വന്നേക്കുന്നത് ഹെയർ ലൈൻ എഫ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്തത്, എത്ര നാൾ യൂസ് ചെയ്തു, ആർക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ ആദ്യം തന്നെ പറയാം, ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഫ്രണ്ട്സിനോ ഒക്കെ വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ ഫ്രണ്ട് രോഹിത്താണ്. അപ്പോൾ രോഹിത്താണ് ഈ ഒരു ഹെയർ ലൈൻ എഫ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും, നല്ല രീതിയിൽ ഹെയർ ഫാളായിട്ട് കൊഴിഞ്ഞു പോയ മുടിയൊക്കെ പയ്യെ പയ്യെ അത് നല്ല രീതിയിൽ കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോസ് ശരിക്കും പർപ്പസ്ഫുള്ളി അങ്ങനെ ഇങ്ങനൊരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും എന്നൊന്നും കരുതിയിട്ട് എടുത്തതല്ല. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ബാക്കിലൊക്കെ നല്ലപോലെ മുടി കിളിർത്ത് വന്നിട്ടുണ്ട്. വളരെ ഇത്രയും കാലം കൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇനി കുറച്ച് നാളൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് ഹെയർ ലൈൻ എഫ് എന്നുള്ള ആ ഒരു പ്രോഡക്റ്റ്. ഇത്രയും വലിയ മാറ്റം വന്നേക്കുന്നത് വെറും 3 മാസം കൊണ്ടാണ്. അപ്പോൾ ഇതിനകത്തിലെ ഈ ഹെയർ ലൈൻ എഫ് എന്ന് പറയുന്ന ഈ ഒരു സൊല്യൂഷൻ ഡെയിലി 2 തവണ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 3 ബോട്ടിൽ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 മാസം മാത്രമേ ഡെയിലി യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു വീക്ക്ലി ഒരു 4 തവണ ഒക്കെ മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും വലിയ കുഴപ്പമൊന്നും ഇതിന് വന്നിട്ടില്ല. പിന്നെ പൊതുവെ ഈ ഒരു മിനോക്സിഡിലിന്റെ കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ എത്ര നാൾ യൂസ് ചെയ്യുന്നോ അത്ര നാൾ മാത്രം ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. നമ്മൾ എപ്പോൾ യൂസ് ചെയ്യുന്നത് നിർത്തുന്നോ 6 മാസത്തിന് ശേഷം വീണ്ടും പഴയ പോലെ തന്നെ ആ ഒരു ഹെയർ ഫോള് തുടങ്ങുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിനകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മിനോക്സിഡിൽ അതുപോലെ ഫിനാസ്റ്ററൈഡ് എന്ന് പറയുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഇതാണ് ഇതിനകത്തിലെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന 2 ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിന്റെ ആ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനകത്തിലെ മിനോക്സിഡിൽ ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മിനോക്സിഡിൽ ചെയ്യുന്നത്. ഫിനാസ്റ്ററൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിനെ കൺവേർട്ട് ചെയ്തിട്ട് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആക്കി മാറ്റിയിട്ട് ഹെയർ ഗ്രോത്ത് തടയുന്നു. അതാണ് ഈ ഒരു ഫിനാസ്റ്ററൈഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ ഈ ആൺകുട്ടികളിൽ അല്ലെ പുരുഷന്മാരിൽ കാണുന്ന ഈ ഒരു തലയിൽ കഷണ്ടി വരുന്ന ഈ ഒരു കണ്ടീഷന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ തന്നെയാണ്. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ചിലരിലെങ്കിലും തലയിലത്തെ മുടി കുറച്ചിട്ട് താടിയും മീശയൊക്കെ നല്ല രീതിയിൽ വളരാറുണ്ട്. പക്ഷെ തലയിലെ മുടി ഗണ്യമായിട്ട് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറിനോട് ഒന്ന് കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റ് സ്ത്രീകൾ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മിനോക്സിഡിൽ അടങ്ങിയ ഒരുപാട് പ്രോഡക്ട്സ് സ്ത്രീകൾ യൂസ് ചെയ്യാറുണ്ട്, സ്ത്രീകൾക്ക് എഫക്റ്റീവ് ആണ്. അതേസമയം ഈ ഫിനാസ്റ്ററൈഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് പൊതുവെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കാരണം അത് മെയിൽ ഹോർമോൺ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അത് പൊതുവെ സ്ത്രീകൾക്ക് ആ ഒരു ഫിനാസ്റ്ററൈഡിന്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും സ്ത്രീകൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. പൊതുവെ മിനോക്സിഡിൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പുരുകം വളർത്താനും മുടി വളർത്താനും ഒക്കെ സ്ത്രീകൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. പിന്നെ
ഇത് എത്ര നാൾ യൂസ് ചെയ്തു എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഏകദേശം ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. 4 മാസം കൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള ഇത്രയും വലിയൊരു റിസൾട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.